ഹായ് മക്കളെ, നവീൻ സാറാണ്. അപ്പോൾ ദേ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളിലെ കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോണത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. കുറച്ച് പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും, ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് മാർക്ക് വെയിറ്റേജും ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ, ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ്. അല്ലെ, ചാപ്റ്ററിന്റെ പേര് പറഞ്ഞ പോലെ എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ് പഠിക്കാനായിട്ട് പോണത്. ഓക്കെ, അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, രണ്ട് ട്രയാങ്കിൾ ഉണ്ടാവും. ഈ രണ്ട് ട്രയാങ്കിളിന്റെ 3 സൈഡുകളും അതുപോലെ തന്നെ 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ന് പറയാം, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇഫ് സൈഡ് ആൻഡ് ആംഗിൾ ഓഫ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു അനദർ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ വശങ്ങളും കോണുകളും മറ്റൊരു ത്രികോണത്തിനോട് തുല്യമാണെങ്കിൽ അവ എന്താണ്, തുല്യ ത്രികോണങ്ങളാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. കണ്ട, ഇവിടെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇത് വേറൊരു ട്രയാങ്കിൾ ആണ്. നോക്കിയേ, ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഒക്കെ നോക്കുക, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് നോക്കിയേ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ഒരേപോലെ അല്ല, ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 5 ആണ്. പക്ഷേ ഇതെന്താണ്, സൈഡുകളൊക്കെ ഇവിടെ 5 ഉണ്ടെങ്കിൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ടെങ്കിൽ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 7 ഉണ്ടെങ്കിൽ ഇവിടെ 7 ഉണ്ട്. അതുപോലെ തന്നെ ആംഗിൾസ് നോക്കിയ മക്കളെ, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾസ് ഒക്കെ നോക്കിയേ, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസും പിന്നെ അതുപോലെ തന്നെ അവരുടെ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ഈക്വൽ ട്രയാങ്കിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പറയാനായിട്ട് പറ്റും. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു പ്രത്യേകത അതിനകത്ത് വന്നിട്ടുണ്ട്. ആ പ്രത്യേകതയാണ് സാർ പറയാനായിട്ട് പോണത്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇപ്പോൾ അതെ രണ്ട് ട്രയാങ്കിൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈക്വൽ ആയിട്ട് എടുത്തേക്കാണ്. ഇതൊരു ട്രയാങ്കിൾ, ഇത് വേറൊരു ട്രയാങ്കിൾ, ഈക്വൽ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇതിന്റെ സൈഡുകൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ സൈഡ് 3, 4, 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3ക്ക് ഓപ്പോസിറ്റ് 50 ഡിഗ്രി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യാണ്. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇവിടെ അതുപോലെ തന്നെ 50 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ തന്നെ 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. മക്കളെ നോക്കിയേ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്. ഇവിടെ രണ്ടോടത്ത് ഞാൻ 5ന്റെ അവിടെ കൈവെക്കാണ്. നോക്കിക്കോട്ടാ, 5ന്റെ അവിടെ കൈവെക്കാണ്. ഇവിടെ 5ന്റെ അവിടെ വെക്കാണ്, ഇവിടെ 5ന്റെ അവിടെ വെക്കാണ്. ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ നമുക്ക് നോക്കിയേ, ഈ 5ന് ഇവിടെ ഓപ്പോസിറ്റ് 70 ആണ്, ഇവിടെ ഓപ്പോസിറ്റ് 70 ആണ്. ആണോ? ഇനി 3ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഓക്കെ, 3ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി 4ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഓക്കെ, ഇവിടെയാണ് 4 വന്നേക്കണം, ഇവിടെയാണ് ഇവിടെ 4 വന്നേക്കണം. അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ എന്താണ്, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും വരാ, തുല്യമായിട്ടായിരിക്കും വരാ. ഇതാണ് നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഒന്ന് പഠിക്കാനായിട്ടുണ്ട്. അതായത് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയാനായിട്ട് പോണത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കണ്ടീഷൻ ആണ് SSS കണ്ടീഷൻ. അതായത് സൈഡ് സൈഡ് സൈഡ്. വേറെ ഒന്നല്ല, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് വേറൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് എന്തെന്ന് പറയാൻ പറ്റും, രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഏത് കണ്ടീഷൻ വെച്ചിട്ടാണെന്ന് അറിയാമോ? SSS കണ്ടീഷൻ വെച്ചിട്ട് അവരെന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി SAS നോക്കിയ മക്കളെ, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും അതിനിടയിലുള്ള ആംഗിളും വേണ്ട, 2 സൈഡും അതിനിടയിലുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിന്റെ 2 സൈഡിനും അതിനിടയിലുള്ള ആംഗിളിനോടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്ത് കണ്ടീഷൻ വെച്ചിട്ടാ, SAS. പിന്നെ അതുപോലെ തന്നെ AS എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിള്, സൈഡ്, ആംഗിൾ ആണ്. അപ്പൊ 2 ആംഗിളും അതിൻ്റെ ഇടയിലുള്ള സൈഡ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വേറൊരു ട്രയാങ്കിളിന്റെ 2 ആംഗിളും അതിൻ്റെ ഇടയിലുള്ള സൈഡിനോട് ഈക്വൽ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ SSS ആണ്. നോക്കിക്കോ മക്കളെ, SS എന്ന് പറഞ്ഞാൽ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് 3 sides of a triangle are equal to 3 sides of another triangle. ഒരു ട്രയാങ്കിളിന്റെ 3 വശം വേറൊരു ട്രയാങ്കിളിന്റെ 3 വശത്തിനോട് ഈക്വൽ ആണെങ്കിൽ എന്താണ്, ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. എന്ത് കണ്ടീഷൻ വെച്ചിട്ട്? SSS കണ്ടീഷൻ വെച്ചിട്ട്. നോക്കിക്കോ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ കാണിക്കാനായിട്ട് പോണത്. നോക്കിയ മക്കളെ, ഇവിടെ ഈ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്.
ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എ ബി സിയുടെ സൈഡ്സ് നോക്കാം, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആണ്. പി ക്യു ആറിന്റെ സൈഡ്സ് നോക്കാം, എന്തൊക്കെയാണ് വന്നേക്കണം, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. കണ്ടാ? അപ്പൊ ഇവിടത്തുള്ള 3 വശങ്ങൾ ഇവിടത്തുള്ള 3 വശങ്ങളോട് തുല്യമാണ്. 3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, 5 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, 4 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. കണ്ടാ? അപ്പൊ അതെന്താണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ് ബൈ SSS കണ്ടീഷൻ. സൈഡ് സൈഡ് സൈഡ്, വശം വശം വശം. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ തന്നെ അടുത്തത് SAS ആണ് നമ്മൾ നോക്കാനായിട്ട് പോണേ കേട്ടോ. അപ്പൊ SAS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? 2 സൈഡും അതിനിടയിലുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിന്റെ 2 സൈഡിനും അതിനിടയിലുള്ള ആംഗിളിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. എന്ത് കണ്ടീഷൻ വെച്ചിട്ട്? SAS കണ്ടീഷൻ വെച്ചിട്ട് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെ ഇനി അടുത്ത അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, കണ്ടോ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഇവിടെ PQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഇത് നോക്കിയിടാ മക്കളെ, ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 7 സെന്റിമീറ്റർ, ഇവിടെയും ഉണ്ട് 5 സെന്റിമീറ്റർ, ഇവിടെ ഉണ്ട് 7 സെന്റിമീറ്റർ. അപ്പൊ 5ന്റെ 7ന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണ്. ഇവിടെ 5ന്റെ 7ന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അതായത് 2 സൈഡും അതിനിടയിലുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിന്റെ 2 സൈഡിനോടും അതിന്റെ ഇടയിലുള്ള ആംഗിളിനോടും ഈക്വൽ ആയ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും ബൈ SAS കണ്ടീഷൻ കേട്ടോ. ഒരെണ്ണവും കൂടി നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുണ്ട്. അതെന്തായിരിക്കും? ASA ആയിരിക്കും. ASA എന്ന് പറഞ്ഞാൽ ആംഗിൾ സൈഡ് ആംഗിൾ കേട്ടോ. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യം വേറെ ഒന്നുമില്ല, 2 ആംഗിളും, ഒരു ട്രയാങ്കിളിലെ 2 ആംഗിളും അതിനിടയിലുള്ള വശം അല്ലെ, ഇഫ് വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ദ എൻഡ് ഓഫ് ദ triangle are equal to one side and angles at the end of another triangle എന്നാണ് പറഞ്ഞേക്കണം. ഒരു ത്രികോണത്തിലെ 2 കോണുകളും അതിനിടയിലുള്ള വശവും മറ്റൊരു ത്രികോണത്തിന്റെ 2 കോണുകൾക്കും അതിനിടയിലുള്ള വശത്തിനോട് തുല്യമാവുകയാണെങ്കിൽ തുല്യ ത്രികോണങ്ങൾ ആണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ നോക്കിക്കോ, ഇവിടെ 2 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. കണ്ടോ? ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. 2 ആംഗിൾ നോക്കിയേ, 50 ഡിഗ്രി, 60 ഡിഗ്രി. അതിനിടയിലുള്ള സൈഡ് നോക്കിയേ, 6 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇനി വേറെ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ആംഗിൾസ് ഒക്കെ നോക്കിയേ, 50 ഡിഗ്രി, 60 ഡിഗ്രി. അതിനിടയിലുള്ള വശം നോക്കിയേ, 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഈ 2 ട്രയാങ്കിൾസും എന്താന്ന് പറയാൻ പറ്റും? ഈക്വൽ ട്രയാങ്കിൾ ബൈ ASA കണ്ടീഷൻ കേട്ടോ. ഓക്കെ, ഒരു കുഞ്ഞു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ, അപ്പൊ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? സമപാർശ്വ ത്രികോണം. പ്രത്യേകത എന്താണ്? 2 സൈഡ് ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആ ആംഗിൾ ഈക്വൽ ആണ് എപ്പോഴാണ്? ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഈക്വൽ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. നേരെ തിരിച്ചും മറിച്ചും പറയാം കേട്ടോ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നോക്കിയിടാം മക്കളെ, ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താണ്? 2 സൈഡ് ഈക്വലി, 2 ആംഗിൾ ഈക്വലി. ഇതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കണ്ടോ? 2 സൈഡ് ഈക്വലി, 2 ആംഗിൾ ഈക്വലി. കണ്ടോ? ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ്. 7 ഓപ്പോസിറ്റ് 30 ആണ്, ഇവിടെ 7 ഓപ്പോസിറ്റ് 30 ആണ്. അത് ഈക്വൽ ആണ്. കണ്ടോ? ഇവിടെ 5 ഓപ്പോസിറ്റ് 50 ആണ്, ഇവിടെ 5 ഓപ്പോസിറ്റ് എന്താണ്? 50 ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഐസോസെലസിന്റെ പ്രത്യേകത ഉണ്ടോ? ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോണ കുറച്ച് ചോദ്യങ്ങളാണ് സാറോടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു 2-3 തവണയൊക്കെ തന്നെ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു 2 ട്രയാങ്കിൾ ഒക്കെ തന്നിട്ട് ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാം. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അവിടെ ഈക്വൽ ആംഗിൾസ് ഉണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ ദേ നോക്കിയേ, ഈ ട്രയാങ്കിൾ നോക്കാം കേട്ടോ. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് എത്രയൊക്കെയാണ്? 3, 6, 5. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് എത്രയൊക്കെയാണ്? 3, 6, 5. അപ്പൊ മക്കളെ, ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്? ഈക്വൽ ആണ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം അത് തന്നെയാണ്. എന്താണ്? എന്ത് എഴുതണം? The 3 sides of triangle ഏതാണ്? ABC equal to triangle PQR. Therefore they are എന്തെന്ന് എഴുതാം? ഈക്വൽ ട്രയാങ്കിൾ എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾസും സെയിം ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് തന്നെ സെയിം തന്നെ കേട്ടോ. അപ്പൊ ഏതൊക്കെ ഈക്വൽ സൈഡ്? AC എന്തിനോട് ഈക്വൽ ആണ്? PQനോട് ഈക്വൽ ആണ്. ഞാൻ ഈക്വൽ സൈഡ് എഴുതാട്ടാ. AC PQനോട് ഈക്വൽ ആണ്. പിന്നെ എന്ത് ഈക്വൽ ആണ്? AB എന്തിനോട് ഈക്വൽ ആണ്? AB എന്നുള്ള 5 ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? RQനോട് ഈക്വൽ ആണ്. അത് എഴുതി.
പിന്നെ അതുപോലെ തന്നെ ബി സി എത്രയാണ് 3 സെന്റിമീറ്റർ, അത് എന്തിനോട് ഈക്വൽ ആ പി ആറിനോട് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 6 ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ നോക്കുകയാണ്, ഇവിടെ 6 ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ നോക്കുകയാണ് കണ്ട. ഇവിടെ 6 ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്, ഇവിടെ 6 ഓപ്പോസിറ്റ് ആംഗിൾ ആർ ആണ് കണ്ട. അപ്പോ എ സി പി ക്യൂം ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും, ബി ഈക്വൽ ടു ആർ ആയിരിക്കും കണ്ട. ഈക്വൽ ആംഗിൾസ് വേണ്ട, സിമ്പിൾ അല്ല അങ്ങനെ എഴുതാനായിട്ട്. ഇനി ബി സിയും പി ആറും, ബി സി ഇതാണ് അവിടെ കൈവച്ചു, പി ആർ ഇതാണ് ഞാൻ അവിടെ കൈവച്ചു, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ എ. പിന്നെ പി ആറിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ ക്യൂ കണ്ട. അപ്പൊ ബി സി ഈക്വൽ ടു പി ആർ ആണെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ കണ്ടോ. ഇനി അടുത്ത എന്താണ്, എ ബിയും ആർ ക്യൂം ഈക്വൽ ആണ്. എ ബി 5 ആണ്, ആർ ക്യൂം 5 ആണ്, അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഓക്കെ. ഇതിന് ഓപ്പോസിറ്റ് സി ആണ്, ഇതിന് ഓപ്പോസിറ്റ് പി ആണ്. അപ്പൊ സി ഈക്വൽ ടു എന്തായിരിക്കും, പി ആയിരിക്കും വരാം. നമ്മളോട് ചോദിച്ചേക്കണ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനായിട്ടാണ് പറഞ്ഞേക്കണം. നമ്മൾ ഇതുപോലെ ടേബിളൊക്കെ വർക്ക് ചെയ്തെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. രണ്ടെണ്ണം അല്ല, നമുക്ക് ഓൾറെഡി 3 എണ്ണം എത്ര എണ്ണം വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഏതൊക്കെ പേർ എഴുതാ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ, പിന്നെ എന്തൊക്കെ എഴുതാ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ, ഇനിയും വേണമെങ്കിൽ ഏതാ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി. ഇതായിരിക്കും നമ്മുടെ എന്ത് വരാം, ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഇതായിരിക്കും ഈക്വൽ ആംഗിൾസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ അല്ലേ. അപ്പൊ ഇതുപോലത്തെ തന്നെ വേറൊരു ചോദ്യം, വേറൊരു കണ്ടീഷൻ. അപ്പൊ ഇത് SSS കണ്ടീഷൻ വെച്ചിട്ട് ഈക്വൽ ആയിക്കണേ അല്ലെ. മൂന്ന് സൈഡിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ SSS കണ്ടീഷൻ പ്രകാരമാണ് ഈക്വൽ ആവും. ഇനി വേറൊരു സംഭവത്തിലോട്ട് പോയേനെ, നോക്കിയേ. ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കും, ഫൈൻഡ് ഈക്വൽ ആംഗിൾസ്, തുല്യ കോണുകൾ ഏതൊക്കെയാണ്. ഇവിടെ ഒരു തുല്യ കോൺ നമുക്ക് തന്നിട്ടുണ്ട്, ഏതാണ്, 40 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം, ഇത് നമ്മൾ പഠിച്ച ഏതെങ്കിലും കണ്ടീഷൻ പ്രകാരം ഈക്വൽ ആണോ നോക്കാം. SSSO അല്ലെങ്കിൽ SAS അല്ലെങ്കിൽ ASAയോ ഏതെങ്കിലും പ്രകാരം ഈക്വൽ ആണോ നോക്കാം. നമുക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 7 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ 7 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ 3 സെന്റിമീറ്റർ. ഇതിനിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ഇവിടെ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, 40 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവോ മക്കളെ, ഈക്വൽ ആവും. രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിലെ രണ്ട് സൈഡിനും അതിനിടയിലുള്ള ആംഗിളിനോടും ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ, ഈക്വൽ സൈഡ് എഴുതാം. AC ഈക്വൽ ടു എന്താണ്, PQ ആണ് അല്ലെ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ടൊക്കെ എഴുതി നോക്കാൻ പറ്റും കണ്ടോ. ACയും PQയും ഈക്വൽ കണ്ടോ, 7 ആണ്. പിന്നെ അതുപോലെ തന്നെ ഏത് ആംഗിൾ ഈക്വൽ, ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ, അല്ലെങ്കിൽ ആംഗിൾ BACയും ആംഗിൾ PQRും ഈക്വൽ, എത്രയാണ്, 40 ഡിഗ്രി. പിന്നെ ഏതാണ് ഈക്വൽ ആയിട്ടുള്ളത്, ABയും QRും ഈക്വൽ, എത്രയാണ്, 3 സെന്റിമീറ്റർ. ഓക്കെ, ഇതൊക്കെ ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ. ആ ഒരു ലോജിക്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയും ഇപ്പൊ ACയും PQയും ഈക്വൽ ആണ്. അപ്പൊ ACയുടെ അവിടെ കൈവെക്കാം, PQന്റെ അവിടെ കൈവെക്കാം. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും കണ്ടോ. ഇനി അതുപോലെ തന്നെ ABയും RQയും ഈക്വൽ. അപ്പൊ ABയുടെ അവിടെ കൈവച്ചു, RQന്റെ അവിടെ ഞാൻ കൈവച്ചു കേട്ടോ. ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതൊക്കെ ആയിരിക്കും വരാ, ആംഗിൾ സിയും ആംഗിൾ പിയും. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ് കണ്ടോ. അപ്പൊ അങ്ങനെ എഴുതാം, നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. ഇതുപോലെ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആൻസർ എടുത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് എന്ത് പ്രകാരം ഈക്വൽ ആവണത്, 2 sides and angle between triangle ABC equal to triangle PQR, so they are equal triangle by SAS condition കേട്ടോ. SAS വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക, ഈക്വൽ ആവും. ഓക്കെ അല്ലേ മക്കളെ. യെസ്, അപ്പൊ ഇങ്ങനത്തെ ചോദ്യമൊക്കെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വേറെ വെറൈറ്റി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. യെസ്, അപ്പൊ ചോദ്യം ഇതാണ്, ഇൻ ദ ഫിഗർ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇതാണ്, ഇൻ ദ ഫിഗർ AC is the AC എന്ന് പറയുന്നത് എന്താണ്, ബൈസെക്ടർ ഓഫ് ബോത്ത് ആംഗിൾ A and C എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓൾസോ B ഈക്വൽ ടു 90 ഡിഗ്രി. ഈ B എന്നുള്ളത് എത്ര തന്നിട്ടുണ്ട്, 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആംഗിൾ ഡിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, AD ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, AC. അവിടെ ACയും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പറഞ്ഞേക്കണത് AC, ഈ രണ്ട് ആംഗിളും ഈ വര വരച്ചപ്പോൾ എന്തായി, AC എന്നുള്ളത് ആ സാധനം വെച്ച് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തേക്കാണ്.
അപ്പൊ അതായത് ഇവിടെ വന്ന ഈ കുഞ്ഞാങ്കിളില്ലേ, ഈ കുഞ്ഞാങ്കിള് ഇതിനോട് ഈക്വൽ ആയിട്ട് വരും. കണ്ടാ, ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. കണ്ടാ, ഈ ഒരു ആംഗിള് ഏത് ആംഗിളിനോട് ഈക്വലാ? ഇപ്പുറത്തുള്ള ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ച് വേറെ ഇവിടെ ഒരാംഗിള്, പിന്നെ ഈ സൈഡ് എ സി എന്നുള്ളത് എ സിനോട് തന്നെ ഈക്വൽ ആയിട്ട് വരൂലേ മക്കളെ? നോക്കിയടാ, ആംഗിള് സൈഡ് ആംഗിള്, ഈ ആംഗിളിനോട് ഈക്വലി, ഈ ആംഗിളിനോട് ഈക്വലി, ഈ സൈഡിനോട് തന്നെ ഈക്വൽ അല്ലേ? രണ്ട് ട്രയാംഗിൾ എടുക്കുകയാണ്. ഇത് നമ്മൾ ഒന്നാമത്തെ ട്രയാംഗിൾ, ഇത് നമ്മൾ രണ്ടാമത്തെ ട്രയാംഗിൾ ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ട്രയാംഗിൾ ആണെന്ന് പറയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ ഡിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് നോക്കാം നമുക്ക് എങ്ങനെയാണ് വന്നെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഒരു സെന്റൻസ് എടുത്ത് എഴുതാണ്, ടു ആംഗിൾ ആൻഡ് സൈഡ് ബിറ്റ്വീൻ ട്രയാംഗിൾ എ ബി സി ഈക്വൽ ടു ട്രയാംഗിൾ എ ഡി സി, therefore they are equal triangles. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതുന്നു. എന്തൊക്കെയാണ് നമുക്ക് ഈക്വൽ ആംഗിൾസ്? ഏതൊക്കെയാണ്? ബി എ സി, ഡി എ സിനോട് ഈക്വല്. അപ്പൊ ഈ ആംഗിളിനോട് ഈക്വൽ, അതെടുത്ത് എഴുതി. ഇനി അടുത്ത ഏത് ആംഗിൾ ഈക്വല്? അടുത്ത സൈഡാണ് ഈക്വല്. എ സി എ സിനോട് തന്നെ ഈക്വല്. അപ്പൊ എ സി എ സിനോട് തന്നെ ഈക്വൽ എഴുതി. പിന്നെ അടുത്ത ഏതാണ് ഈക്വല്? ബി സി എ, പിന്നെ ഏതിനോട് ഈക്വല്? ഡി സി എനോട് ഈക്വൽ. അതായത് ഈ ആംഗിളിനോട് ഈക്വല്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ട്രയാംഗിൾ ആണെന്ന് പറയാം. അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും സൈഡൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ബി സി. കണ്ടാ, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? സി ഡി അല്ലെങ്കിൽ ഡി സി. കണ്ടാ, അപ്പോ ബി സിയും സി ഡിയും എന്തായിരിക്കും വരാ? ഈക്വൽ ആയിരിക്കും വരാ. അത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്, ബി സി എയും ഡി സി എയും ഈക്വൽ ആണ്. ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഇത് 4 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. അപ്പൊ ഓൾറെഡി നമ്മളോട് ചോദിച്ചേക്കണം എന്താണ്? ആംഗിൾ ഡി എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ആംഗിൾ ബി എത്രയാണ്? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ആംഗിൾ ഡി എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരാ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അതുപോലെ തന്നെ എ ഡി എന്നുള്ള ആള് എത്രയായിരിക്കും വരാ? എ ഡി എന്നുള്ള ആള് ചുമ്മാ ആലോചിക്കാനൊന്നുമില്ല. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും വരാം, ഈക്വൽ ട്രയാംഗിൾ ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? പിന്നെ എ സി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എ സി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എ സി കണ്ടുപിടിക്കാൻ നമ്മൾ പൈതഗോറസ് തിയറം എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ആലോചിക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇവിടെ 4 ആണ്, അതുപോലെ തന്നെ ഇവിടെ 3 വരും. ഇവിടെ 4ഉം 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരാ? ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി കേട്ടോ. 4² + 3² ഉപയോഗിക്കാം. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരാ? 25 എന്ന് വരും. അപ്പൊ എ സി എന്നുള്ള എന്തായിരിക്കും വരാ? √25. അപ്പൊ എ സി എത്ര കിട്ടും? എ സി ഈക്വൽ ടു എത്രയും കിട്ടും? 5 സെന്റിമീറ്റർ കിട്ടും. കണ്ടോ? അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? എ സി കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? പിന്നെ എ ഡി ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യണത്. എല്ലാം ഈ ഒരു ലോജിക്ക് നമ്മൾ ടേബിളൊക്കെ വരക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മാക്സിമം അത്രയും നല്ലത്. നമുക്ക് സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന് നോക്കി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാണ്. യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കണ ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഇൻ ദ ഫിഗർ പി ക്യു ഈക്വൽ ടു പി ആർ, പി ക്യൂവും പിന്നെ അതുപോലെ തന്നെ പി ആറും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആംഗിൾ ആറും ആംഗിൾ പി, സോറി ഇങ്ങനെയാണ് വരാ. ഇൻ ഫിഗർ ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും വരാ. പി ക്യൂ ഇങ്ങനെയാണ് വരാ. പി ക്യൂവും പി ആറും ഈക്വൽ ആയിട്ട് വരും. പി ക്യൂവും പി ആറും ഈക്വൽ ആണ്. ആംഗിൾ ക്യൂ എന്നുള്ളത് 30 ഡിഗ്രി. ആംഗിൾ ക്യൂ എന്നുള്ളത് 30 ഡിഗ്രി. ഇതാണ് ഫിഗർ വരാം കേട്ടോ. അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ആർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ആംഗിൾ പി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി ക്യൂവും പി ആറും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഐസോസിലസ് ട്രയാംഗിൾ ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഐസോസിലസ് ട്രയാംഗിൾ ഈക്വൽ ആണ്. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരാ? 30 ഡിഗ്രി അല്ലേ വരാ? യെസ്, 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ആർ. ആംഗിൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആംഗിൾ ആർ ഈക്വൽ ടു എത്രയെന്ന് വരും? 30 ഡിഗ്രി എന്ന് വരും കേട്ടോ. ആംഗിൾ ആർ ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം കൂടി പിന്നെ എന്തായിരിക്കും വരാ? പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആംഗിൾ പി ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലെ. ആംഗിൾ പി എന്ന് പറയുമ്പോൾ അതായത് ഇത് കണ്ടുപിടിക്കണം. ആംഗിൾ പി എന്ന് പറയുമ്പോൾ എന്താണ്?
ടോട്ടൽ 180 ആണ്. 180 എന്ത് കുറച്ചാൽ മതി? 30 + 30 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ 180 മൈനസ് എന്തെന്ന് വരും? 60 എന്ന് വരും, ഈക്വൽ ടു 120 ഡിഗ്രി എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടും. ഇത് 30 ആണെങ്കിൽ 60, അപ്പോൾ 120 കൂടി ആകുമ്പോൾ 180 വരും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? യെസ്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് ലോജിക്കലി ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നേരത്തെ പോലെ അങ്ങനെ ആലോചിക്കേണ്ട തന്നെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യം ഇതും കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ പറയണത്? ഇൻ ഫിഗർ ആംഗിൾ AOB, ആംഗിൾ AOB എന്നുള്ളത് 60 ഡിഗ്രി ആണ് കണ്ട. AOB 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ A എന്നാണ് നമ്മളോട് ചോദിച്ചേക്കണം. എയുടെ മെഷർ എത്രയെന്നാണ് ചോദിച്ചേക്കണം. എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ ഉള്ള ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചേക്കണം. പിന്നെ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, വൃത്തത്തിന്റെ ആരം. O സെന്റർ ആണെന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ AB 3 സെന്റിമീറ്റർ എന്നും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? തന്നിട്ടുണ്ടാവും കേട്ടോ. O സെന്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ടാവും. O ഈസ് സെന്റർ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും മക്കളെ വരാ? എന്തായിരിക്കും വരാ? OAയും OBയും ഈക്വൽ ആണ്. കാരണം എന്താന്ന് പറയാൻ പറ്റും? O സെന്റർ ആണ്, ഇത് ഇങ്ങോട്ട് എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ എയും ആംഗിൾ ബി കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്യണം? ടോട്ടലി ഈ ട്രയാംഗിൾ ആംഗിൾസ് 180 ഡിഗ്രിയാണ്. 180ന്ന് 60 കുറച്ചിട്ട് ബൈ എന്ത് ചെയ്താൽ മതി? 2 ചെയ്താൽ മതി. 180ന്ന് 60 കുറക്കുമ്പോൾ 120 വരും. 120/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാ? 60 ഡിഗ്രി ആയിരിക്കും വരാം. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബി എത്ര തന്നെ? 60 ഡിഗ്രി തന്നെ വരും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മളോട് വേറെ കാര്യം ചോദിച്ചേക്കുന്നത് എന്താണ്? റേഡിയസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ OA എന്നുള്ള നീളം അല്ലെങ്കിൽ OB എന്നുള്ള നീളമാണ്. നമുക്ക് ഇവിടെ എല്ലാം ഈക്വൽ ആണ്. OAയും OBയും ABയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഇവിടെയും 60 ഇവിടെയും 60 കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ഒരു ട്രയാംഗിളില എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ അത് എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? റേഡിയസ് എന്നുള്ളത് എത്രയായിരിക്കും വരാ? 3 സെന്റിമീറ്റർ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടാം? ആൻസർ കിട്ടാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കേട്ടോ. അപ്പൊ ഇതുപോലെ ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പേടിച്ചിരിക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കേട്ടോ. അടുത്ത ഒരു വരക്കാനുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് പോണത്. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 55 ഡിഗ്രി ആൻഡ് ബൈസെക്ട് ദ ആംഗിൾ എന്നാണ് എ പാർട്ടിൽ പറഞ്ഞേക്കണം. അതായത് എന്താണ്? ഒരു ആംഗിൾ വരക്കണം 55 ഡിഗ്രിയിൽ. അപ്പൊ ആൻസർ ഞാൻ ആംഗിൾ വരക്കാനായിട്ട് പോയിട്ടാ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആംഗിൾ വരക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ വരക്കാം. ഓക്കെ, ലൈൻ വരച്ചു. എന്നിട്ട് 55 ഡിഗ്രി ആംഗിൾ വരക്കാം. 55 ഡിഗ്രി ആംഗിൾ വരക്കാനായിട്ട് പോയാണ്. അപ്പൊ നമ്മുടെ എന്തെടുക്കുക? നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുക. പോയിന്റ് 0 അവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങാട് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങാട് 55 ഡിഗ്രി മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെയാണ് 55 വരാം. എന്നിട്ട് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം അത് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരാം. ജോയിൻ ചെയ്തു. ഇനി ഇതിന്റെ ബൈസെക്ടർ വരക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കണം കേട്ടോ. ഇതിന്റെ എന്ത് വരക്കാനാ പറഞ്ഞേക്കണം? ബൈസെക്ടർ. ഇതിപ്പോ 55 ഡിഗ്രി അല്ലേ വരാ? 55 ഡിഗ്രിയുടെ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ പകുതി കൂടി പോകണം. ടോട്ടല് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 30ഉം ഇത് 30ഉം കിട്ടും. അതാണ് അതിന്റെ ലോജിക്ക്. അപ്പൊ ടോട്ടൽ 55 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും എന്ത് ചെയ്യുക? വരാട്ടോ. അപ്പൊ അത് വരക്കണത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചോ. അതിന് തന്നെ നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസിന്റെ മോന ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി കുത്തിയിട്ട് ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇങ്ങനെ ഒരു ആർക്ക് അങ്ങോട്ട് വരക്കാം. ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് അങ്ങോട്ട് വരക്കാം. ഇത് ഇത്തിരി അങ്ങോട്ട് നീണ്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പോയിന്റ് കണ്ട, ഈ ഒരു പോയിന്റിൽ കോമ്പസിന്റെ മുന കുത്ത. എന്നിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മ ഇങ്ങനെ ഒരു ലൈൻ പോലെയൊക്കെ സങ്കല്പിച്ചിട്ട് നമ്മ ലൈനിന്റെ പകുതി കൂടുതലൊക്കെ എടുക്കും. ഓക്കെ, അതൊന്നും വേണ്ട. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുറച്ചിങ്ങനെ നീട്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കുത്താം. ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ആർക്ക് കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആർക്ക് കൂട്ടിമുട്ടിയ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഏതാണ് പോയിന്റ്? ഇതാണ് ആ പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പൊ നേരെ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റ് അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരക്കാം. അപ്പോൾ നമുക്ക് കിട്ടണതായിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്ന കാര്യം കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ച് ഭംഗിയായിട്ട് വരക്കണം. ഇതാണ് നമ്മുടെ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? ഇനി ഇതാണ് എ പാർട്ട് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാണ്. റൈറ്റ് ഡ്രോ എ ട്രയാങ്കിൾ ABC. ഒരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞേക്കാണ്. എന്തൊക്കെയാണ് അതിനകത്ത് പ്രത്യേകത? ആംഗിൾ എ 27 ആംഗിൾ ബി 70 ഡിഗ്രി. ഞാനൊരു റഫ് ഫിഗർ വരയ്ക്കാണ്. ട്രയാങ്കിളിന്റെ AB 5 സെന്റിമീറ്റർ. അപ്പൊ AB 5 സെന്റിമീറ്റർ കേട്ടോ. ഇതാണ് എ, ഇതാണ് ബി എന്ന് വിചാരിക്കുക. AB 5 സെന്റിമീറ്റർ. ആംഗിൾ എ എന്നുള്ളത് 27.5 ഡിഗ്രി. ഓക്കെ അല്ലേ? പിന്നെ ആംഗിൾ ബി എന്നുള്ളത് 70 ഡിഗ്രി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യണം? വരക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 എടുക്കാനായിട്ട് നമ്മുടെ പ്രൊട്രാക്ടറിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ 27 അല്ലെങ്കിൽ 27.4 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇരട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? അത് കണ്ടുപിടിക്കും. അതായത് 27 ഇരട്ടി കണ്ടുപിടിക്കും. ഈ അരയും കാലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആംഗിൾ ബൈസെക്ടറും ഒക്കെ വരക്കുമ്പോൾ. അപ്പൊ 27 ഇരട്ടി കാണാം. എന്തായിരിക്കും വരാം? 0 1 2 14 15 1 2 4 5 55 എടുക്കാം. എത്ര എടുക്കാം? 55 എടുക്കാം. ഓക്കെ, ഈ സെയിം ആംഗിൾ തന്നെ എനിക്ക് കിട്ടാം കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ആദ്യം തന്നെ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നമ്മുടെ 5 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുക? വര വരക്കാം കേട്ടോ. ഇതാണ് ബി സബ് ക്വസ്റ്റ്യൻ. 5 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരക്കാം? വര വരക്കാം. 5 സെന്റിമീറ്റർ നീളത്തിൽ വര വരച്ചു. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ടി എടുത്തിട്ടില്ലേ? ഇവിടെ 0.8 ഒരു സ്ഥാനമുള്ളതുകൊണ്ട് ഇവിടെ 0.8 ഒരു സ്ഥാനം മാറ്റിയിടാം. 55 ഡിഗ്രി എടുക്കുക കേട്ടോ. എത്ര എടുക്കുക? 55 ഡിഗ്രി എടുക്കാം. ദേ നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 55 0 1 10 20 30 40 50 55. ഓക്കെ, എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നീട്ടി അങ്ങോട്ട് വരക്കാം. സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ 55. ഇനി ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ വരക്കണം. എന്നാൽ 27 കിട്ടുള്ളൂ. അപ്പൊ ആംഗിൾ ബൈസെക്ടർ നമുക്ക് എന്ത് ചെയ്യാം? വരക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വരക്കാം. ഇവിടെ 70 ഡിഗ്രി എടുത്തിട്ട് വരച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ആംഗിൾ ബൈസെക്ടർ എടുത്ത് വരക്കാം. കുറച്ചിങ്ങനെ നീട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഇച്ചിരി വലുതാണ് എടുത്തേക്കണം, ഇവിടെ ഇച്ചിരി ചെറുതാണ് എടുത്തേക്കണം. കാരണം ഇച്ചിരി ചെറിയ ഫിഗർ അല്ലേ വരാം. എന്നിട്ട് ഇവിടെ കുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കുത്ത ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുക. സെറ്റ് അല്ലേ? അപ്പൊ ആംഗിൾ ബൈസെക്ടറിന്റെ ഏകദേശം 90% വർക്ക് കഴിഞ്ഞ് ഇനി ഈ ആർക്കുകൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടൂലേ മക്കളെ? ആ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് വരക്കാം? ഒരു വര അങ്ങോട്ട് വരക്കാം കേട്ടോ. പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വര വരക്കാം. യെസ്, അപ്പൊ ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ എയും ഇത് ബിയും ആണ് കേട്ടോ. ഇത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്? അപ്പോൾ 27.5 ഡിഗ്രി എന്ന് വരും കേട്ടോ. ഓക്കെ അല്ലേ? മൊത്തം 55, ഇത് 27.5. ഇനി ബി ആംഗിൾ ബി എത്രയാണ് നേക്കണം? 70 ഡിഗ്രി അല്ലേ നേക്കണം? അത് നമ്മളെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വരക്കാൻ അറിയാലോ. ഇവിടെ നിങ്ങാട് 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. പോയിന്റ് ഇട്ടു. പോയിന്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക? നേരെ സ്കെയിൽ ഉപയോഗിക്കുക. എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. യെസ്, ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയേക്കണ്ട. ഈ ട്രയാങ്കിൾ ആണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ കേട്ടോ. ഇത് ഒരാംഗിൾ 70 ഡിഗ്രി, ഒരാംഗിൾ 27, ഒരു സൈഡ് 5 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. നേരത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 9 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ നമ്മളോട് ഞാൻ റഫ് ഫിഗർ വരയ്ക്കാണ്. 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിട്ട് അതിന്റെ എന്ത് വരക്കാനാ പറഞ്ഞേക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനാ പറഞ്ഞേക്കണം. പിന്നെ എന്തും ചെയ്യണം? ഡിവൈഡ് ഇറ്റ് ഇൻടു 2 പാർട്സ് വിത്ത് ലെങ്ത് 3.634, അതായത് 6.75 2.25 കേട്ടോ. അപ്പൊ ഇതിന്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയാണെന്ന് വിചാരിക്കാട്ടെ. ഇത് ഇച്ചിരി കൂടി ഞാൻ നീട്ടി ഇറക്കട്ടെ ഒരു ഭംഗിക്ക്. ഓക്കെ, ഇതാണ് 9 സെന്റിമീറ്റർ നീളമുള്ള വര. ഇത് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? ഇത് 4.5 വരും. ഇത് എത്രയായിരിക്കും മക്കളെ? ഇതും 4.5 വരും. ഓക്കെ അല്ലേ? നമ്മളോട് പറഞ്ഞേക്കണത് എന്തായിട്ട് ഭാഗിക്കാനായിട്ടാണ് പറഞ്ഞേക്കണത്? ഡിവൈഡ് ഇറ്റ് ഇൻടു 2 പാർട്സ് വിത്ത് ലെങ്ത് 6.75 2.25. 6.75 2.25 ആയിട്ട് ഭാഗിക്കണം.
ഓക്കെ, അതിന്റെ ഒറ്റ ലോജിക്കുള്ളൂ. ഈ 4.5യുടെ പകുതി എത്രയാണെന്ന് ആലോചിക്കുക. 4.5യുടെ പകുതി എത്രയായിരിക്കും വരാ? 4.5യുടെ പകുതി 4.5ന്റെ പകുതി, 4ന്റെ പകുതി 2, അരയുടെ പകുതി 4, അപ്പൊ എത്ര വരും? 2.4. 2.4 അല്ലേ വരാ? അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 2.25, ഇത് 2.25 കണ്ടാ, ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ അതായത് നമുക്കിപ്പോ നമ്മളോട് ഇങ്ങനെ പറയാണ് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ? 6.25 2.25 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ള കാര്യം. ഇവിടം തുടങ്ങി ഇവിടം വരെ എന്തായിരിക്കും? 6.25 ആയിരിക്കും. ഇനി ഇവിടം തുടങ്ങി ഇവിടം വരെ എത്രയായിരിക്കും? 2.25 ആയിരിക്കും. ഇത്ര ഉള്ള അതിന്റെ ലോജിക്ക് കണ്ട. മൊത്തം 9, 9ന്റെ പകുതി 4.5, 4.5യുടെ പകുതി 2.25. അപ്പൊ ഒരെണ്ണം 2.25, ബാക്കി എന്തായിരിക്കും വരാ? 6.25 വരാം. ഓക്കെ അല്ലെ? അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വരച്ച് നോക്കണം നമ്മൾ, എന്നാലേ അതിന്റെ ഒരു പ്രോപ്പർ വേ ആവുള്ളൂ. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മുടെ സ്കെയിൽ എടുക്കുക. 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കാം കേട്ടോ. ഇന്ന് തന്നെ 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കാം. അപ്പൊ അതിന് വേണമെങ്കിൽ ഒരു പേരൊക്കെ കൊടുക്കുക, എ ബി എന്നൊക്കെ പേരൊക്കെ കൊടുക്കുക. നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് തന്നെ നമ്മുടെ കോമ്പസ് എടുക്കുക, കോമ്പസിൽ പെൻസിലൊക്കെ ഉറപ്പിക്കുക. ആദ്യം തന്നെ എയിൽ കൊണ്ടുപോയി കുത്തുക. ഈ ഒരു നീളത്തിന്റെ, അതായത് 9 സെന്റിമീറ്ററിന്റെ പകുതി കൂടുതൽ നീളം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ എടുക്കുക, കോമ്പസ് എടുത്തിട്ട് പകുതി കൂടുതൽ നീളം എടുത്തിട്ട് മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. കോമ്പസ് അനക്കരുത്, വീണ്ടും ഇവിടെ കുത്താ, എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെയും എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഏകദേശം നമുക്ക് 2 ആർക്കുകൾ കട്ട് ചെയ്യണ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഏതൊക്കെ പോയിന്റാ? ഇവിടെയും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ നേരെ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതേ ഇത്രയും 4.5 കിട്ടും. ശരിയല്ലേ മക്കളെ? കിട്ടി. ഇത്രയും എന്ത് തന്നെ കിട്ടും? 4.5 കിട്ടും നമുക്ക്. പക്ഷേ 2.25 6.25 വേണ്ടത്. അപ്പൊ ഈ 4.5നെ പകുതി എടുക്കാം. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2.25 കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ആൻസറും കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ വീണ്ടും ഒരു തവണ കൂടി എന്ത് കണ്ടുപിടിക്കണമെന്ന് അർത്ഥം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കാണണമെന്ന് അർത്ഥം. അപ്പൊ എന്ത് ചെയ്യാ? നമ്മുടെ കോമ്പസിന്റെ മോന എവിടെ കുത്താ? ഇവിടെ കുത്താ. ഇതല്ലേ 4.5? ഇവിടെ കുത്തിയിട്ട് പകുതി കൂടുതൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ താഴെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. കോമ്പസ് അനക്കാണ്ട് ഇവിടെ കുത്തുക, മുകളിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? താഴെ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അതെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. ഇവരെ തമ്മിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കാം കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയെന്ന് കിട്ടും? 2.25. 2.25. ഇത് എത്രയെന്ന് കിട്ടും? 2.25. നമ്മളോട് പറഞ്ഞേക്കണ 2ആയിട്ട് ഭാഗിക്കാൻ. എത്രയൊക്കെ? ഈ 9 ഏതൊക്കെയാണ്? 6.25 2.25. 4.5 2.25 എത്രയായിരിക്കും മക്കളെ ടോട്ടൽ വരാ? ഇവിടം തുടങ്ങി ഇവിടം വരെ അത് 6.25 വരാ. ഓക്കെ അല്ലേ? ഇനി ബാക്കി ഇത് 2.25 അല്ലേ? ഇത് 2.25 കണ്ടാ. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യണം കേട്ടാ. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ ഫിഗർ O is the center of the circle. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ആംഗിൾ A 32 ഡിഗ്രിയാണ്. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC. ABC എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഇവിടെ കണ്ട മക്കളെ, അതിനകത്തുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. O എന്ന് പറഞ്ഞ സെന്റർ അല്ലേ? അപ്പൊ OAയും OBയും OCയും ഒക്കെ എന്ത് തന്നെ ആയിരിക്കും വരാ? റേഡിയസ് ആയിരിക്കും വരാം. പക്ഷെ നമ്മൾ ഇവിടെ ആദ്യത്തെ ട്രയാംഗിൾ എടുക്കുകയാണ്. ഏതാണ്? ഈ ഒരു ട്രയാംഗിൾ എടുക്കുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത? OA എന്ന് പറഞ്ഞത് എന്തിനോട് തുല്യം? OCനോട് തുല്യം. അപ്പൊ ആ ട്രയാംഗിൾ എന്താണ്? ഐസോസെലസ് ആണ് കേട്ടോ. OAC എന്ന് പറഞ്ഞ ട്രയാംഗിൾ എന്താണ്? ഐസോസെലസ് ആണ്. ഇനി OACയും പിന്നെ അതേ നോക്കിയേ, OACയും അപ്പോ OCAയും ഈക്വൽ ആയിരിക്കും. ഇത് 32 ആണെങ്കിൽ ഏത് 32 വരും? ഇതും 32 തന്നെ ആയിരിക്കും വരാം. ശരിയല്ലേ മക്കളെ? അപ്പൊ ഈ ആംഗിളും എത്ര തന്നെ വരും? 32 തന്നെ വരും കേട്ടോ. 32 ഡിഗ്രി. സെറ്റ് അല്ലേ? ഇനി അടുത്തെന്താണ്? അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഏത് ആംഗിള്? ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ കണ്ടുപിടിക്കണം എന്തിനാണ്? ഈ ആംഗിൾ കണ്ടുപിടിച്ച് ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആംഗിളൊക്കെ കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ,
അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടലി ഈ കുഞ്ഞ് ട്രയാങ്കിൾ ആംഗിൾസ് 180 ആണ്. അപ്പൊ 180 32 കൂടി എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. 180 മൈനസ് 32 പ്ലസ് 32 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 64, അത് എത്രയെന്ന് വരും, 116 വരും. കണ്ടോ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര വരും, 116 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇവിടെ 116 കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, 116 കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ COB ഇവിടെ 116 ആണെങ്കിൽ ബാക്കി ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് അറിയാമോ? 180 116 കുറക്കാം. 180 116 കുറച്ചാൽ എത്രയായിരിക്കും വരാ, 64 ഡിഗ്രി ആയിട്ട് വരും. കണ്ടാ, സെറ്റ് അല്ലേ? ഇനി ഇവിടെ നോക്കിക്കോ, ഈ ട്രയാങ്കിൾ നോക്കിക്കോണ്ട, ഈ കുഞ്ഞു ട്രയാങ്കിൾ നോക്കിയേ, OCയും OBയും ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കതൊന്ന് നോക്കാലോ, എന്തൊക്കെയായിരിക്കും വരാ. കണ്ടാ, OBCയും OCBയും ഈക്വല്. അപ്പൊ എന്താണ് വരാ, 180 മൈനസ് 64ന്റെ പകുതി കാണാ അല്ലെ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ എന്തായിരിക്കും വരാ, 58 ഡിഗ്രി. കണ്ടാ, ഇവിടെ എത്രയെന്ന് വരും നമുക്ക്, 58 ഡിഗ്രി. ഓക്കെ, ഇവിടെ എത്രയെന്ന് വരും, 58 ഡിഗ്രി. ഏകദേശം നമ്മുടെ എല്ലാ ആംഗിൾസും ആയിട്ടുണ്ട്. ഇവിടെ 32 വരും, ഇവിടെ 58 വരും. ഇവിടെ ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടണം കേട്ടാ. നമ്മളോട് പറഞ്ഞാൽ ABCയിലെ എല്ലാ ആംഗിൾസും കാണാനല്ലേ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പൊ ഓരോ ആംഗിൾസ് എടുത്ത് ഏതാണ്, ആംഗിൾ A 32, ആംഗിൾ B 58, ആംഗിൾ C എന്നുള്ളത് എത്രയാണ്, 32ഉം 58ഉം കൂടി എന്ത് ചെയ്യണം, കൂട്ടണം കേട്ടോ. അപ്പൊ എന്തായിരിക്കും വരാ, 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് എന്ത് വരാ, ആൻസർ വരാം. കണ്ടാ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ലോണം ഒന്ന് നോക്കാം. അടുത്തൊരു വരക്കാനുള്ള ക്വസ്റ്റ്യനിലോട്ടും കൂടി നമുക്ക് പോവാം കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ലൈൻ ഓഫ് 12 സെന്റിമീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ കേട്ടോ. 12 എന്ന് തന്നെ വന്നൊന്നുമില്ല, നമുക്ക് ചിലപ്പോ എന്താണ് 11.5 എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയും 2.25 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കാൻ പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2.25ന്റെ ഇരട്ടി കാണാം. അപ്പൊ എത്രയും വരാ, 2ന്റെ ഇരട്ടി 4, ഇപ്പൊ 4.5 വരും. 4.5 സെന്റിമീറ്റർ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒക്കെ വരക്കും അല്ലെ. 4.5 ഇങ്ങനെ എടുക്കും, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കും. അപ്പൊ ഇത് എത്ര കിട്ടും, 2.25 കിട്ടും. 2.25 റേഡിയസ് ആയിട്ട് സർക്കിൾ വരക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ അങ്ങോട്ട് സർക്കിൾ വരക്കാം. കണ്ടാ, ഇനി അതുപോലെ തന്നെ സ്ക്വയർ വരക്കാനൊക്കെ ആയിട്ടും നമ്മളോട് എന്ത് ചെയ്യും, പറയോട്ടാ. ഒരു സൈഡ് 2.25 ഒക്കെ ആയിട്ട് സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ, അപ്പൊ ഇത് 2.25 കിട്ടിയില്ലേ, ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സ്ക്വയർ കിട്ടും. പല രീതിയിലും പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ഏത് ചെയ്യാൻ റെഡി ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ കാല് അരയൊക്കെ വരാണെങ്കിൽ അതിനൊന്ന് എന്ത് ചെയ്യുക, ഇരട്ടി കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം 12 ആണ്, വലിയ സംഭവമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്കെയിലും കാര്യങ്ങളൊക്കെ എടുക്കാം. സ്കെയിലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം 12 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുക, വര വരക്കാം കേട്ടോ. 12 സെന്റിമീറ്റർ നീളത്തിൽ വര വരക്കാം. ഓക്കെ അല്ലേ, 12 സെന്റിമീറ്റർ നീളത്തിൽ വര വരച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് വരക്കാം. യെസ്, 12 സെന്റിമീറ്റർ നീളത്തിൽ വര വരച്ച് ഇതിന് പേരൊക്കെ കൊടുക്കുക, AB എന്ന് പേര് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നേരെ നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തതിന് ശേഷം യെസ്, ഇത് 12 എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇതിനെ 12 സെന്റിമീറ്റർ ആണെന്ന് മാർക്ക് ചെയ്യണം. കോമ്പസ് എടുത്തതിന് ശേഷം വീണ്ടും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, എയിൽ കുത്തിയിട്ട് ഈ 12ന്റെ പകുതി കൂടുതൽ നിങ്ങൾ കൊടുക്കുക. എന്ത് ചെയ്യുക, മുകളിലും താഴെയും ആർക്ക് കട്ട് ചെയ്യുക. കോമ്പസ് അനക്കാണ്ട് ബിയിൽ കുത്ത, മുകളിലും പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴെയും ആർക്ക് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടാ, മുകളിലും താഴെയും ആർക്ക് കട്ട് ചെയ്യുക. കണ്ടാ, ഇവിടെ ചെറിയ മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഉദ്ദേശിക്കുക, ഇവിടെയാണ് വന്നേക്കണെന്ന് ഉദ്ദേശിക്കുക. കണ്ടാ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു പോയിന്റ് കിട്ടും കേട്ടോ. യെസ്, അവിടെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വര വരക്കാം. ഇതിന്റെ പ്രത്യേകത ടോട്ടൽ 12 ആണെങ്കിൽ ഇവിടെ 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ എത്രയായിരിക്കും, 6 സെന്റിമീറ്റർ ആയിരിക്കും. കണ്ടോ, ചിലപ്പോൾ നമ്മളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് സർക്കിൾ വരക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇനിയിപ്പോൾ 6 കിട്ടിയില്ലേ, ഇത് വെച്ചിട്ട് സർക്കിൾ വരക്കാം. സെറ്റല്ലേ. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയും 6 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ ഇതൊരു 6 സെന്റിമീറ്റർ. ഇപ്പൊ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്ത, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. 3 ആർക്ക് കട്ട് ചെയ്യണ പരിപാടി. 6 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പെർപെൻഡിക്കുലർ അല്ലേ, അപ്പൊ ഇത് 90 ആയിരിക്കും. അപ്പോൾ ഇത് 6.5. അപ്പോൾ ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്ത ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ തമ്മിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞേക്കണം എന്താ നോക്കാം. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞു. ഡ്രോ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞേക്കണം.
പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. ചുറ്റളവ് 12 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ വരക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും ചെയ്യത്. അപ്പൊ നോക്കിക്കോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? പെരിമീറ്റർ 12 എന്ന് പറഞ്ഞതാണ്. പെരിമീറ്റർ 12 ആണെങ്കിൽ 4a. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? 4a അല്ലേ? 4 വശം കൂട്ടിയാൽ പറയാം. 4a. 4a = 12. അപ്പൊ a = എന്തായിരിക്കും? 12/4. 12/4 എന്ന് പറയുമ്പോൾ a = എന്തായിരിക്കും വരാ? 3 ആണ്. അതായത് ഒരു വശം വൺ സൈഡ് 3 ആയിട്ട് എടുക്കണം. വൺ സൈഡ് എന്തായിട്ട് എടുക്കണം? 3 ആയിട്ട് എടുക്കണം അല്ലേ? അപ്പൊ വൺ സൈഡ് 3 ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വരക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഫിഗറിൽ തന്നെ വരക്കാം, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോ 2.25 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ഇരട്ടിയൊക്കെ എടുക്കണമായിരുന്നു. ഇതിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇരട്ടി എടുത്തിട്ട് തന്നെ ചെയ്യാം. 3 × 2 എന്തെടുക്കുക? 6 എടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, 3 × 2 6 എടുത്തിട്ട് ഇവിടെ ഫിഗർ വരക്കാം കേട്ടോ. അപ്പൊ ഞാനിത് മായ്ക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സ്ക്വയർ വരക്കേണ്ട രീതി ശ്രദ്ധിച്ചോ. സ്ക്വയർ ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും ഒക്കെ പരിപാടി സെയിം തന്നെ. ആദ്യം തന്നെ എന്ത് ചെയ്യുക? 6 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുക? ഒരു വര വരക്കുക. അതിനൊരു പേരൊക്കെ കൊടുക്കുക. AB എന്ന് പേര് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്റെ മക്കൾ എന്ത് ചെയ്യുക? വരക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനായിട്ട് എയിൽ കുത്ത, ഇതിന്റെ പകുതി കൂടുതൽ നീളം എടുത്തിട്ട് മുകളിലും താഴെയും ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ കുത്ത, മുകളിലും പിന്നെ അതുപോലെ തന്നെ താഴെയും ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ? അപ്പോൾ 2 ആർക്ക് കട്ട് ചെയ്യണ പോയിന്റ് കിട്ടും നമുക്ക്. ഒന്ന് ഇവിടെയും കിട്ടും, പിന്നൊന്ന് ഇവിടെയും കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇത് ടോട്ടല് 6 ആണ് കേട്ടോ. 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് കിട്ടും മക്കളെ? 3 സെന്റിമീറ്റർ. ഇത് എന്തായിട്ട് കിട്ടും? 3 സെന്റിമീറ്റർ. നമുക്ക് ഒരു വശം 3 സെന്റിമീറ്റർ ആയിട്ടുള്ള സ്ക്വയർ ആ വരക്കേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മുടെ കോമ്പസ് എടുക്കുക. ഈ ഒരു അളവ് 3 സെന്റിമീറ്റർ കിട്ടിയത് നമ്മുടെ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ എടുത്തല്ലോ, ഇത് കിട്ടി. എന്നിട്ട് ഇവിടെ കുത്ത, ഇവിടെ എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇവിടെ കുത്ത, ഇവിടെ എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇനി കോമ്പസ് അനക്കരുത്, ഇവിടെയും കുത്ത, ഇവിടെ എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്യാം. കഴിഞ്ഞു. 3 ആർക്കുകൾ കട്ട് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ഈ ലെങ്ത് എടുക്കുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. 1 2 3, അങ്ങനെ 3 ആർക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പൊ കിട്ടിയതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇനി 2.25 ആണ് നമുക്ക് വൺ സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2.25 × 2 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4.5 വരും. 2.25 അപ്പൊ 4.5 സെന്റിമീറ്റർ നീളത്തിൽ വര വരച്ചിട്ട് അതിന്റെ പകുതിയൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റൂട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോ ഇതുപോലെ സർക്കിൾ വന്നാലും പിന്നെ ഇനിയിപ്പോ വേറെ എന്തൊക്കെ ചോദിക്കാൻ സാധ്യത? സർക്കിളും സ്ക്വയർ ഒക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യത ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ലോജിക്കിൽ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ മക്കള് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാനായിട്ട് പോയിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം എന്താ വന്നേക്കണം? ഓക്കെ, ആൻസറും ക്വസ്റ്റ്യനും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതേ നോക്കിക്കോട്ടെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ AB-യും AC-യും 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AB-യും AC എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയാണ് തന്നേക്കണേ നോക്കാം. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. BCയുടെ മിഡ് പോയിന്റ് ആണ് M. പിന്നെന്താണ്? BM 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AMB ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. AB-യും AC-യും ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ശരിയല്ലേ? ഈ സൈഡിനോട് ഈക്വല്. ഇനി ഇവിടെ നിങ്ങാട് മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും വരാ? 90 ഡിഗ്രി ആയിരിക്കും വരാ. നമ്മളോട് ആദ്യം ചോദിച്ചേക്കണ എന്താണ്? AMB അല്ലേ ചോദിച്ചേക്കണ. അപ്പൊ മിഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈക്വൽ അല്ലേ? അപ്പൊ മിഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും വരാ? 90 ഡിഗ്രി ആയിരിക്കും വരാ കേട്ടോ. ഈ ആംഗിൾ എത്ര വരാ? 90 ഡിഗ്രി ആണ് വരാ. ഓക്കെ അല്ലേ? അപ്പൊ അത് കിട്ടി. AMB 90 ഡിഗ്രി കിട്ടി. ഫൈൻഡ് ലെങ്ത് ഓഫ് AM ആണ് അടുത്തത് ചോദിച്ചേക്കണേ കേട്ടോ. AM-ന്റെ ലെങ്ത് കാണണം. ഞാൻ നോക്കിയ മക്കളെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ വരാ? ABM. ഇത് 6, ഇത് എത്രയാണ്? 10. ഇത് കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇത് ബേസ് ആയിരിക്കും. ഇത് ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് വരാ അല്ലെ? ഇത് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ചെറുതായിട്ടാണ് എഴുതിയേക്കണം. എന്തായിരിക്കും വരാ? AB² മൈനസ് എന്താണ് വരാ? BM² അല്ലെ? അപ്പൊ അന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ സമം എന്തെന്ന് എഴുതാം?
ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അങ്ങനെ ഇതാ. എന്നിട്ട് നമ്മുടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക. അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ള എന്ത് വരും, ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് എച്ച് എന്നുള്ള എത്രയാണ്, 10ന്റെ സ്ക്വയർ മൈനസ് ബേസ് എന്നുള്ള എത്രയാണ്, ബേസ് 6ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 100 ആണ്. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6 36. റൂട്ട് 64 എന്ന് കിട്ടും. റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും വരാം കേട്ടോ. അതായത് ഈ ഒരു സൈഡ് എന്നുള്ള എത്രയായിരിക്കും മക്കളെ, 8 ആണ്. എം എന്നുള്ള എത്ര കിട്ടും, 8 എന്ന് കിട്ടും. ഇനി ബി സിയുടെ മൊത്തം നീളം ഇത്രയും 6 അല്ലേ, ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ ഇത് 6 കൂടി വരും. ടോട്ടൽ എത്ര വരും, 12 ആയിരിക്കും വരാം കേട്ടോ. ടോട്ടൽ എത്ര വരും, 12 സെന്റിമീറ്റർ ആയിരിക്കും വരാം. ഓക്കെ, 2 ചോദ്യം കൂടി ജസ്റ്റ് സാർ ഒന്ന് ഓടിച്ച് കാണിച്ചു തന്നിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എന്താന്ന് നോക്കാം മക്കളെ. ഇൻ ഫിഗർ എ ബിയും സി ഡിയും പാരലൽ ആണ്. ഇതിന്റെ ഐഡിയ മാത്രം ഒന്ന് പറയണുള്ളൂ. എം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട്, സി ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആർ ഏരിയാസ് ഓഫ് ഡി സി എം ആൻഡ് ബി എം എൻ. ഇത് ഓൾറെഡി മക്കള് നോട്ട്ബുക്കിലൊക്കെ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്, എന്നാലും ഇമ്പോർട്ടന്റ് ഐഡിയ ആണ്, അതുകൊണ്ടാണ് സാർ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചേക്കണം. ഓക്കെ അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ് വന്നേന്നുള്ളത് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യം ഈ ആംഗിളും ഈക്വൽ ആയിട്ടായിരിക്കും വരാം. കാരണം എന്താണെന്ന് അറിയാമോ, ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും കണ്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതും പാരലൽ ആണെങ്കിൽ, 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്താ പ്രത്യേകത, ഈ ആംഗിളും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിള് പിന്നെ ഇവിടെ ഉള്ള ആംഗിൾ നോട് ഈക്വല്, പിന്നെ ഈ ആംഗിളിനോട് ഈക്വല്, പിന്നെ ഇത് മിഡ് പോയിന്റ് അല്ലേ, അപ്പൊ ഈ സൈഡിനോട് ഈക്വല്. അപ്പൊ എന്താണ്, 2 ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ്. നമ്മളോട് ചോദിച്ചത് ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കണത്, ഏരിയ ഈക്വൽ ആണെന്നാണ് ചോദിച്ചേക്കണത്. 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അവരുടെ ഏരിയ ഈക്വൽ ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ് മക്കളെ, 2 ട്രയാങ്കിൾസ് ഈ ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അവരുടെ ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ലോജിക്കലി ചെയ്യാട്ടോ. ജസ്റ്റ് ഇതിന്റെ ടേബിൾ ഒക്കെ ഒന്ന് വരച്ച് ഈക്വൽ ആംഗിൾസ് ഈക്വൽ സൈഡ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തൊരു ചോദ്യം തന്നെയാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, ഐഡിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലോജിക് ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ എസിയും ബിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി ആൻഡ് ഡി ഈ ഈക്വൽ ആണെന്നാണ് ചോദിച്ചേക്കണം. ബി സിയും ഡിയും ഈക്വൽ ആണെന്നാണ് ചോദിച്ചേക്കണം. ഓക്കെ അല്ലേ. ഇങ്ങനെ പാരലൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കൂലേ മക്കളെ, ഈക്വൽ ആയിരിക്കൂലേ. ആംഗിളിനെ പറയുന്ന ഒരു പേരുണ്ട്, എന്താന്ന് പറയാൻ പറ്റുമോ, കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും കേട്ടോ. ഈ ആംഗിളിനെ പറയുന്ന ഒരു പേര് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ 2 ട്രയാങ്കിൾ എടുക്കുക, ഈ കുഞ്ഞു ട്രയാങ്കിൾ എടുക്കുക. അപ്പൊ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഈ ആംഗിളിനോട് ഈക്വൽ കണ്ടാ. എസ് എ ആംഗിൾ സൈഡ് ആംഗിൾ സൈഡ്, ഇവിടെ സൈഡ് ആംഗിൾ സൈഡ് കണ്ടാ. അപ്പോ 2 ട്രയാങ്കിൾ എന്താണ്, ഈക്വൽ ആണ്. 2 ട്രയാങ്കിൾ ഈക്വൽ ആണ്. ആംഗിൾ എ ആംഗിൾ ബിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഏതാണ്, ബി സി. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം എന്താണ്, ഇ ഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ പറഞ്ഞ നമുക്ക് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ പറഞ്ഞ സൈഡുകൾ അല്ലെ, ഏതൊക്കെയാണ് സൈഡ്, നമ്മുടെ ബി സി എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ ഇ ഡി എന്ന് പറഞ്ഞ സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരാട്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്, ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താണ്, സൈഡുകളും ഈക്വൽ. നേരെ തിരിച്ചും മറിച്ചും, ആംഗിൾ ഈക്വൽ ആണെങ്കിൽ സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ഒക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് എൻ്റെ മക്കള്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ എക്സാം ഒക്കെ നമുക്ക് തകർത്ത് ചെയ്താ കേട്ടോ. ഓക്കെ മക്കളെ, ബൈ.